Hey, it's Niju. Welcome back to Root Cinemas. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു ഫുട്ടേജ് നന്നായി കളർ ബാലൻസ് ചെയ്യാം ഓർ വൈറ്റ് ബാലൻസ് ചെയ്യുന്നത്, റിസോൾവിൽ എന്ത് കൺട്രോൾസ് ഓർ ടൂൾസ് ആണ് ഇതിനു വേണ്ടി ഉള്ളത്, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഈ ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഈ ചാനൽ വ്യൂസും കമൻസും കുറവായതുകൊണ്ട് മലയാളത്തിലെ കളർ ഗ്രേഡിംഗ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ പോയി അവിടുത്തെ ഓഡിയൻസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് റോം അറൗണ്ട് ചെയ്തപ്പോൾ ഒരു കോമൺ പാറ്റേൺ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ, സിനിമകളുടെ കളർ ഗ്രേഡിംഗ് റീക്രിയേറ്റ് ചെയ്യുന്നത്. സിനിമകളുടെ കളർ ഗ്രേഡിംഗ് റീക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു ലുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്സാണ് ഇമേജിൻ്റെ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം ലുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നത്. കാരണം ബ്ലാക്ക് പോയിൻറ്റും വൈറ്റ് പോയിൻറ്റും ക്ലീൻ അല്ലെങ്കിൽ ഫൈനൽ ഇമേജിൽ കളർ കാസ്റ്റ് ഉറപ്പായും കാണും. മിക്ക വീഡിയോസിലും ഫസ്റ്റ് നോട്ട് മുതലേ ലുക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതാണ്. പിന്നെ ആരും കളർ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്ത് കണ്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഓഫ്സെറ്റ് എന്ന കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ കളർ ബാലൻസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ചാനൽ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് നമ്മുടെ കളർ പേജാണ്. കഴിഞ്ഞ നമ്മളുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഈ പേജ് അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും. സോ നിങ്ങളുടെ പേജ് ഇങ്ങനെയല്ല കാണുന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക, വർക്ക് സ്പേസ് പോവുക, റീസെറ്റ് UI ലേഔട്ട് അടിക്കുക. സോ ഇപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടി, എൻ്റെ ഒരു വർക്ക് ഫ്ലോയ്ക്കും വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിത് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സോ എനിക്ക് ഈ പേജ് ഇങ്ങനെ കാണുന്നതാണ് എൻ്റെ വർക്ക് ഫ്ലോ. അതുപോലെ തന്നെ ഞാൻ ടൈം ലൈൻ ഞാൻ എപ്പോഴും ക്ലോസ് ചെയ്തിരും. സോ ഇതാണ് എൻ്റെ ഒരു കംഫർട്ട് സോൺ. സോ ഞാൻ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യാനുള്ളത്. നമ്മളൊരു കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു ചെറിയ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത് കളർ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഫയലിൽ പോവുക, പ്രൊജക്ട് സെറ്റിങ്സിൽ പോവുക. ഇവിടെ കളർ മാനേജ്മെൻറ്റ് എന്നൊരു ടാബുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ റിസോൾവിൻ്റെ ബേസിക് അറിയൂ, നിങ്ങൾ ബിഗിനറാണ്, റിസോൾവ് ആദ്യമായി കളർ ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ കളർ സ്പേസ്, ഈ കളർ സയൻസ് എന്നുള്ളത് ഡാവിഞ്ചി YRGBയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് റെക് 709 ഗാമ 2.4 സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾ കളർ മാനേജിനെ പറ്റി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെങ്കിൽ ഡാവിഞ്ചി YRGB കളർ മാനേജറിൽ പോവുക. ഇവിടെ കസ്റ്റം ഓപ്ഷൻസ് ഉണ്ട്. ഇത് 17.4 തൊട്ടാണ് ഇവർ ഇത്രയും ഓപ്ഷൻസ് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ പൈപ്പ് ലൈനിലെ കളർ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇത് റെഡിൽ ഷൂട്ട് ചെയ്ത ഫുട്ടേജാണ്, ഇത് ലോഗ് ഫുട്ടേജാണ്. സോ ഇതിനെ നമുക്ക് റെക് 709 കൺവേർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡ് ഒരു കാണാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ ലെയേഴ്സിൻ്റെ ഒരു ലെവലിന് വേണ്ടി ഞാനത് ഇച്ചിരി ഡ്രാഗ് ചെയ്ത് താഴെ വെച്ചേക്കുവാണ്. അതിനൊരു ലേബൽ ആഡ് ചെയ്യുന്നു, CST കളർ സ്പേസ് ട്രാൻസ്ഫോം. എന്നിട്ട് നമ്മൾ എഫക്ട്സിൽ വരുന്നു. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ COLOR കളർ സ്പേസ് ട്രാൻസ്ഫോം, അത് ജസ്റ്റ് അവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഔട്ട്പുട്ട് ഗാമയും ഔട്ട്പുട്ട് കളർ സ്പേസും ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഗാമ 2.4, ഔട്ട്പുട്ട് കളർ സ്പേസ് റെക് 709. ഇതിൻ്റെ ഇൻപുട്ട് ഗാമ എന്ന് പറഞ്ഞാൽ റെഡ് ലോഗ് ഫിലിം, ഇൻപുട്ട് കളർ സ്പേസ് എന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് ഗാമറ്റ് RGB. നമ്മളിപ്പോൾ ഇമേജ് ലോഗിൽ നിന്ന് റെക് 709 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കോപ്സ് നോക്കിയാൽ മനസ്സിലാവും, ഇത് അത്യാവശ്യം ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാമറ അവിടെ എന്താണ് ഷൂട്ട് ചെയ്ത്, ഏത് സെറ്റിങ്സിലാണോ ഷൂട്ട് ചെയ്ത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. സോ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു പ്രൈമറി കറക്ഷൻസ് ആണ് ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു പുതിയ നോഡ് ആഡ് ചെയ്യുന്നു. ആഡ് നോഡ്, ആഡ് സീരിയൽ, പ്രൈമറി ആഡ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇമേജ് അത്യാവശ്യം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ലോഗിൽ നിന്ന് റെക് 709 ആയപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ ഇമേജ് ഓപ്പൺ ചെയ്യാനുണ്ട്. സോ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എക്സ്പോഷർ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കോപ്പ് 75 റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിഫ്റ്റ് ബ്ലാക്ക് പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ ഗാമ, അതായത് മിഡ് ടോൺസ് ആണ്, ഇത് മിഡ് ടോണിലാണ് ഗാമ. അടുത്ത് ഗെയിൻ ഈസ് ഓക്കെ. ലെഫ്റ്റിലെ ബ്ലാക്ക് പോയിൻറ്റ്സ് ഓക്കെ. ഗെയിൻ 62.5 അത് നമ്മുടെ വൈറ്റ് പോയിൻറ്റ് 75 നമ്മുടെ ബ്ലാക്ക് പോയിൻറ്റ് 0യുടെ തൊട്ട് മേളിൽ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പം ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഗാമ ഗെയിൻ്റെ ഒരു കൊറിയോഗ്രാഫാണ്, ഓഫ്സെറ്റ് ഉൾപ്പെടെയുള്ള ഒരു കൊറിയോഗ്രാഫാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അത്യാവശ്യം കംഫർട്ട് അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ ടിപ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോൺട്രാസ്റ്റ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് പിവറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പിവറ്റ്
കുറയ്ക്കുമ്പോൾ, അതായത് ലെഫ്റ്റിലോട്ട് നീക്കുമ്പോൾ നിങ്ങളുടെ ഗെയിനും റൈറ്റിലോട്ട് നീക്കുമ്പോൾ നിങ്ങളുടെ ലിഫ്റ്റും ആണ്. ഇത് കണ്ടോ, നിങ്ങളുടെ ഇമേജ് ഓപ്പൺ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലിഫ്റ്റ് ഗാമ ഗെയിനിൽ പോയിട്ട്, അതായത് അതിൽ അത്ര കംഫർട്ടായിട്ട് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക, കോൺട്രാസ്റ്റ് കൂട്ടുക, പിവിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇമേജ് അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സെറ്റിങ്സിൽ കംഫർട്ടാണ്. ഈ ഇമേജ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, ഓ ഈ ഇമേജ് അത്യാവശ്യം വൈറ്റ് ബാലൻസ് ചെയ്താണ്, ഇതിൽ എന്താണ് കുഴപ്പം എന്നായിരിക്കും. പക്ഷേ ഈ ഇമേജിൽ വൈറ്റ് അല്ല, ഇത് യെല്ലോയിലേറ്റും ഗ്രീനിലേറ്റും കുറച്ച് ഷിഫ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിനു വേണ്ടി ഞാൻ വീണ്ടും ഒരു നോഡ് ഉണ്ടായിട്ടുണ്ട്. ആ നോഡിൽ ഞാൻ ലേബിൾ കൊടുക്കുന്നു വൈറ്റ് ബാലൻസ്. ഇനി സ്കോപ്പിൽ, വെക്ടർ സ്കോപ്പിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വെക്കുക. ഈ വെക്ടർ സ്കോപ്പ് എന്ന് പറഞ്ഞാലും ഈ ഓഫ്സെറ്റിൽ കാണുന്ന ഈ കളർ വീലും സെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഡ്, യെല്ലോ, ഗ്രീൻ, സയാൻ, ബ്ലൂ, മജന്ത. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. വൈറ്റിൻ്റെ വലിയൊരു പോർഷൻ യെല്ലോയിലേക്കും ഗ്രീനിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഓഫ്സെറ്റിൽ വരിക, ജസ്റ്റ് ബാക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ചേഞ്ച്. നിങ്ങൾ പരേഡിൽ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബ്ലൂ മൂവ് ചെയ്യുന്നുണ്ട്, ഗ്രീനും മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കുക. ഇനിയും ഈ ഇതൊന്ന് ഓഫ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ബ്ലൂ ആഡ് ആയിട്ടുണ്ട്. സോ നമ്മളതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ, സോ ഓഫ്സെറ്റ് ടൂൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഈ ഇമേജിൻ്റെ ഗ്രീൻ ആൻഡ് യെല്ലോ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നോഡ് ഓൺ ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, യെല്ലോ ഗ്രീൻ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓഫ്സെറ്റിൽ നിന്ന് തന്നെ നമ്മുടെ കളർ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്? ഓഫ്സെറ്റ് കൺട്രോൾ ഒരു ലീനിയർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മാത്രമല്ല എൻ്റയർ RGB ചാനലിൻ്റെ ടോണൽ റേഞ്ച് റീബാലൻസ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കൺട്രോളിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഡാർക്ക് പാർട്ടിലെ കളർ ഇംബാലൻസ് ന്യൂട്രലൈസ് ചെയ്യാൻ കൂടി ഒരു കിഡ് ടൂളാണ്. അതേ ടൈം തന്നെ ത്രൂ ഔട്ട് കളർ വാഷ് എൻ്റയർ ഇമേജിൽ ആഡ് ചെയ്യാനും എളുപ്പമാണ്. ഇനി നമുക്കൊരു ഗ്രേ സ്കെയിൽ ഇമേജ് ഉപയോഗിച്ചിട്ട് ഈ ഓഫ്സെറ്റിൻ്റെ ചേഞ്ച് കർവിൽ എങ്ങനെയാണെന്നും അതേസമയം തന്നെ ലിഫ്റ്റ് ഗാമ ഗെയിൻ്റെ ചേഞ്ച് ഈ കർവിൽ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഗ്രേ സ്കെയിൽ ഇമേജ് എടുക്കുന്നു, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് ലേബിൾ കൊടുക്കുന്നു വൈറ്റ് ബാലൻസ്. ഓക്കെ, ഞാൻ ഓഫ്സെറ്റിൽ വന്നിട്ട് നിങ്ങൾ എൻ്റെ പരേഡും വെക്ടർ സ്കോപ്പും വേവ് ഫോമും നോക്കുക. ഞാൻ ഇച്ചിരി ഇതും വേവ് ഫോം ആക്കാം, ഇച്ചിരി ഒരു RGB. ഓക്കെ, ഇപ്പം ഞാൻ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ലീനിയറായ ചേഞ്ചാണ്. നിങ്ങളുടെ വേവ് ഫോം നോക്കിയാൽ മനസ്സിലാവും വളരെ ലീനിയറായ ചേഞ്ചാണ്. ഇപ്പം ഞാൻ ഇതിലെങ്ങോട്ട് പോയാലും കർവ്സ് എങ്ങും ബെൻഡ് ആവുന്നില്ല, വളരെ ലീനിയർ ആയിട്ടാണ്. ക്യാമറ എന്താണ് അവിടെ കണ്ട് ആ ഒരു കളറിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കർവ്സ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പകരം ഞാൻ ഗെയിനാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലാക്ക് പോയിൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ഞാൻ ഗാമയിൽ ചെയ്യുകയാണെങ്കിൽ ബെൻഡ് ആവുന്നുണ്ട് അത്യാവശ്യം. ഇനി ഞാൻ ലിഫ്റ്റിൽ പോയി മനസ്സിലാവും ചേഞ്ച് അത്യാവശ്യം. നിങ്ങളുടെ കർവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ബെൻഡ് ആവുന്നുണ്ട്, നന്നായിട്ട് ബെൻഡ് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ബ്ലൂവിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കൂടുതൽ ബെൻഡ് ആവുന്നുണ്ട്. ഞാൻ ഈ സെറ്റിങ്സ് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇവിടെ ബ്ലൂവിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബെൻഡിങ്ങും ഇല്ല, ലീനിയറായിട്ടാണ്, അതായത് വളരെ ലീനിയറായിട്ടാണ് അത് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓഫ്സെറ്റിൽ തന്നെ നിങ്ങളുടെ കളർ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ തിരിച്ച് നമ്മളുടെ ഇമേജിൽ വരുന്നു. നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളുടെ ഇമേജ് ഈ നോഡൊന്ന് ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, നമ്മളുടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഈ സെയിം എക്സാമ്പിൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പിൽ നോക്കാം. സോ ഈ ഒരു ഇമേജ് ഇതിന് ലോഗിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 നോഡ് ഉണ്ടാകുന്നു. ഫസ്റ്റ് നോഡ് CST, സെക്കൻഡ് നോഡ് പ്രൈമറി, അടുത്തത് വൈറ്റ് ബാലൻസ്. ഓക്കെ, നമ്മളുടെ കളർ സ്പേസ് നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിടുന്നു. സോ നമ്മൾ ലോഗിൽ നിന്ന് ഇത് റെഗ് 709 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മളുടെ പ്രൈമറിയിൽ വരുന്നു. ഇമേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കോൺട്രാസ്റ്റിൽ വരിക, പിവറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇമേജ് അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഓഫ്സെറ്റ്സിൽ
ഓക്കെ, നമ്മളുടെ ഇമേജ് അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതായിരുന്നു റെക്സ് 709 കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ അത്യാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മളുടെ വൈറ്റ് ബാലൻസ് സെയിം, നമ്മൾ വെക്ടർസ്കോപ്പിൽ വരുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു എവിടെയാണ് നമ്മളുടെ വൈറ്റ് പോയിന്റ്. ആക്ച്വലി വൈറ്റ് പോയിന്റ് യെല്ലോയുടെയും റെഡിൻ്റെയും മിഡിലായിട്ടാണ്. സോ നമ്മൾ ഒരു മിനിറ്റ്, ഞാനിവിടെ സെറ്റിങ്സ് ആഡ് ചെയ്യാൻ മറന്നുപോയി. സ്കിൻ ഓക്കെ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ വൈറ്റിനെ, ആ ഒരു വൈറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ സെൻട്രലൈസ് ചെയ്യാണ്. ഇവിടെ വന്ന് എനിക്ക് ഇച്ചിരി സൂം ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടാവും. സോ ഞാനിത് റീസെറ്റ് ചെയ്യുന്നു, ഒന്നുകൂടെ ചെയ്യുന്നു. നിങ്ങളുടെ ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ പരേഡിൽ ബ്ലൂ താഴേന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ സെറ്റിൽ ചെയ്യുകയാണ്. ഇനി ഞാൻ ഓക്കെ മനസ്സിലാവും. ഇതായിരുന്നു നമ്മളുടെ ഇമേജ്. യെല്ലോയും റെഡും കൂടുതലായിരുന്നു. നമ്മൾ ഓഫ്സെറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇമേജ് അത്യാവശ്യം വൈറ്റ് ബാലൻസ് ആയിട്ടുണ്ട്. വൈറ്റ് തന്നെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് മേക്ക് ഷുവർ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ വൈറ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ആ വിൻഡോ ഈ ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്നു. ഇവിടുന്ന് ഹൈലൈറ്റ് ഓപ്പൺ ആക്കുന്നു. നിങ്ങളുടെ സ്കോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്താണ് കാണുന്നതെന്ന്. ഇപ്പം നമുക്കിവിടെ ഒരു ചെറിയ കാര്യം കാണുന്നത്, ബ്ലൂ കുറച്ചുകൂടെ മുകളിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ബ്ലൂ കട്ട് ചെയ്യണമെങ്കിൽ ഒരു പൊടിക്ക് ബ്ലൂ കട്ട് ചെയ്യാം. ഇപ്പം നോക്കിയാൽ റെഡ്, ഗ്രീന്, ബ്ലൂ ഒരേ ലൈനിലാണ് ലാൻഡ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങളുടെ വിൻഡോ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് ഓഫ് ചെയ്യാം, ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇമേജ് കളർ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മളുടെ ഈ ഒരു ഓഫ്സെറ്റിൻ്റെ ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, സ്കിൻ ടോൺ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് അറിയണം. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, വെക്ടർസ്കോപ്പിൽ തന്നെ നിങ്ങളിതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ എന്ന്. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അൺചെക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഷോ ആൻഡ് ഹൈഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലൈനാണ് സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാളിഫയർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഇമേജിൽ ക്വാളിഫൈ ആയിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെക്ടർസ്കോപ്പിൻ്റെ ആ ലൈനിൽ തന്നെയാണ് ആ സർക്കിൾ. അതിൻ്റെ അർത്ഥം ഈ ഇമേജിൻ്റെ സ്കിൻ ടോൺ കറക്റ്റ് ആണെന്ന്. ഇനി വേറൊരു രീതിയിൽ ഇത് അറിയണമെങ്കിൽ ഇവിടെ ഒരു പെൻ ടൂൾ ഉണ്ട്. നമ്മൾ ഈ ഇമേജിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു. ഇമേജിൻ്റെ സ്കിൻ ടോൺ എവിടെയാണോ അവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു. ജസ്റ്റ് ഹൈലൈറ്റ്സിൽ വരുന്നു, ഹൈലൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക ഇത് ഈ ലൈനിൽ തന്നെ ആണോ. ഇതിപ്പോൾ ഈ ലൈനിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ സ്കിൻ ടോൺ കറക്റ്റ് ആണെന്ന്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഓഫ് ചെയ്യുക, ഇത് റീസെറ്റ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യില്ല. ആക്ച്വലി നമുക്ക് സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ടോണാണ്. നമുക്കറിയാം ഒരാളുടെ സ്കിൻ എങ്ങനെയാണ്, അത് രജിസ്റ്റേർഡ് ടോണാണ്. സോ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കാണുന്നവർക്ക് കുറച്ച് അൺറിയലായിട്ട് തോന്നും. ഈ ഒരു ക്ലിപ്പാണെങ്കിലും ഇതിന് മുമ്പുള്ള ഈ ക്ലിപ്പാണെങ്കിലും ഇത് രണ്ടും കുറച്ച് സിമ്പിളായിരുന്നു. കാരണം ഇതിൽ വൈറ്റ് ഇമേജ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കളർ ഗ്രേഡ് ഓഫ്സെറ്റ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ കളർ ഗ്രേഡ് ഇച്ചിരി സിമ്പിളായിരുന്നു. പക്ഷേ അടുത്ത ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കിന് റോയിൽ ഷൂട്ട് ചെയ്തൊരു ഫുട്ടേജാണ്. ഈ ഒരു ഇമേജ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആംബിയൻസിൽ അത്യാവശ്യത്തിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് എല്ലാം തന്നെ ടാലൻറ്റിൻ്റെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ബ്ലാക്ക് മാജിക് റോയിലാണ്. കാരണം പോസ്റ്റിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ. സോ നമ്മൾ കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അടുത്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ഇമേജാണ്. സോ ഫസ്റ്റ് നമ്മൾ ഒരു 4 നോഡ് ഉണ്ടാക്കുന്നു. ഫസ്റ്റ് നോഡ് നമ്മളുടെ പ്രൈമറി, സെക്കൻഡ് വൈറ്റ് ബാലൻസ്, തേർഡ് നമ്മളുടെ CST കളർ സ്പേസ് ട്രാൻസ്ഫോം. സോ ആ നോഡ് ഞാൻ നേരെ താഴെ വെക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഔട്ട്പുട്ട് കളർ സ്പേസും ഔട്ട്പുട്ട് ക്യാമറയും ഞാൻ ടൈം ലൈൻ തന്നെ വെച്ചേക്കുന്നു. അടുത്ത് നമ്മളുടെ ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന ഡിസൈൻ ഫോർ Gen 4. ഓക്കെ, നമ്മളുടെ ഇമേജ് അത്യാവശ്യം റെക്സ് 709 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൈമറിയിൽ വരുന്നു, ഇമേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. ലോക്ക് ഫീൽ, കോൺട്രാസ്റ്റ്, ഓക്കെ, നമ്മൾ ഇത്രത്തോളം ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എക്സ്പോഷർ, ഓക്കെ. പരേഡ്, വേവ് ഫോം, വെക്ടർസ്കോപ്പ് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം വെക്ടർസ്കോപ്പ്
ഇടത്തെ സൈഡിൽ അതായത് വലത്തെ സൈഡിലേക്ക് സർക്കിളിൻ്റെ ഫുള്ള് ടച്ച് ചെയ്തിട്ടുണ്ട്. പരേഡാണെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽസ് അത്യാവശ്യം ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലായി. ഇത് നമ്മൾ എങ്ങനെ വൈറ്റ് ബാലൻസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രീം കണ്ടീഷനാണ്. സോ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓഫ്സെറ്റിൽ പോകുന്നു. നമ്മൾ 2 കാര്യമാണ് ട്രൈ ചെയ്യുന്നത്. ഒന്ന് വെക്ടർ സ്കോപ്പിൽ ഈ ഒരു പോർഷൻ സെൻറ്ററിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അതുപോലെ തന്നെ വേവ് ഫോമിലെ ഈ ബ്ലൂ റെഡ് ഗ്രീൻ ചാനൽ ഇത് എവിടെയെങ്കിലും വൈറ്റ് പോയിന്റിൽ മെർജ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ശകലം ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, ഇതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്യും. ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ വേവ് ഫോമിലെ ബ്ലൂ ഗ്രീൻ റെഡ് ഒരു വൈറ്റ് പോയിന്റിൽ ടച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് അത്യാവശ്യം വൈറ്റ് പോയിന്റിൽ ടച്ച് ആയിട്ടുണ്ട്. നമ്മളുടെ ഇമേജ് വൈറ്റ് ആയിട്ടില്ല, പക്ഷേ ഇത് നമ്മൾ വൈറ്റ് പോയിന്റിൽ ലാൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ലാൻഡ് ചെയ്യുകയാണ്. ഇനി ഞാനിതൊന്ന് നോഡ് ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് കൺട്രോൾ D അല്ലെങ്കിൽ കമാൻഡ് D ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ പ്രസ് ചെയ്യാം. നോഡ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വേവ് ഫോം നോക്കിയാൽ മനസ്സിലാവും ബ്ലൂ ഗ്രീൻ റെഡ് മേർജ് ആയിരുന്നു. ഇവിടെ ഒരു വൈറ്റ് പോയിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഇമേജ് അത്യാവശ്യം ഇപ്പോഴും റെഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ അതിനുവേണ്ടി ഞാൻ വേറൊരു നോഡിൽ, കാരണം ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേറൊരു നോഡിൽ ഒരു സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ നോട്ടിൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഗെയിനിൽ, നമ്മളുടെ ഹൈലൈറ്റ്സിൽ റെഡ് അത്യാവശ്യം കൂടുതലുണ്ട്. സോ നമ്മൾ ഇവിടെ വരുന്നു, നമ്മളുടെ റെഡ് താഴേക്ക് ആക്കുന്നു. ഓക്കെ, ഇമേജിലെ കോൺട്രാസ്റ്റ് കുറച്ച് പോയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആ കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, കുറച്ചുകൂടെ റെഡ് കുറയ്ക്കുന്നു. അടുത്തത് നമ്മളുടെ ഡാർക്കർ സൈഡിൽ കുറച്ച് ഈ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷോ RGB പിക്ക്. ഓക്കെ, നമ്മളാണെങ്കിൽ ലെഫ്റ്റിൽ വന്നിട്ട് കുറച്ച് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗ് വീലിൽ വരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലോഗ് വീൽ വരുന്നു. ഷാഡോസിലെ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എക്സ്ട്രീമിൽ പുൾ ചെയ്യാം, നമുക്ക് മനസ്സിലാവും. ഒന്ന് റീസെറ്റ് ചെയ്യാം. നമ്മൾ നേരെ മൂവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എവിടെ ലാൻഡ് ചെയ്യാം എന്നുള്ളതൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഇവിടെ നമുക്ക് ലാൻഡ് ചെയ്യാം. ഇതിൽ ഗ്രീൻ കൂടുതലാണ്. ഓക്കെ, ആംബിയൻസ് ഗ്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ആ മുടിയിലുള്ള ഗ്രീൻ അങ്ങനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്താണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി അൺറിയൽ ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുടി ഒരു ശകലം കറുപ്പിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇപ്പം ഞാൻ നോഡ് ഓൺ ഓഫ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് ലോഗോയിൽ വരുന്നു. ഇനിയും എനിക്ക് ഹൈലൈറ്റിൽ ഇച്ചിരി സീനാണ്. നമ്മൾ റെഡ് കുറച്ചും കൂടെ കുറയ്ക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഇമേജ് ഇത്രത്തോളം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ ഈ ഇമേജ് ഇതിൽ നോഡെല്ലാം ഓഫ് ചെയ്യാം. ഓൾറെഡി ഇതെൻ്റെ CST കളർ സ്പേസ് ട്രാൻസ്ഫോം, ഇതെൻ്റെ പ്രൈമറി അഡ്ജസ്റ്റ്മെൻറ്റ്, വൈറ്റ് ബാലൻസ് ചെയ്തു, സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മളിവിടെ ഇത്രയും ആക്കിയിട്ടുണ്ട് ഇമേജ്. ഞാൻ ഈ ഇമേജിന് സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഞാൻ ഗ്ലോയും അതുപോലെ തന്നെ ഒരു പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇമേജിൻ്റെ ഫൈനൽ ലുക്ക്. സോ ബാക്ക് ടു സ്റ്റുഡിയോ. എന്നും പറയുന്ന പോലെ തന്നെ കണ്ടന്റ് അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.